ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഡോക്ടർ നിമ്മി. ആയുർരക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രജന്യാതി ചൂർണം എന്ന ഔഷധത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കുട്ടികളുടെ പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദ ഔഷധമാണ് രജന്യാതി ചൂർണം എന്ന് പറയുന്നത്. ബാലാഷ്ട ചൂർണമെന്നും കേരളത്തിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് രജന്യാതി ചൂർണം എന്ന് പേര് വരാൻ കാരണം രജനി എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് രജന്യാതി ചൂർണമെന്ന് ഇതിന് പേര് വരാൻ കാരണം. ഇതിൽ പ്രധാനമായിട്ടും 8 ഔഷധങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. മഞ്ഞൾ, ദേവതാരം, സരളം, അത്തിത്തിപ്പലി, ചെറുവഴുതിന വേര്, വെൾവഴുതിന വേര്, ഓരില വേര്, ശതകുപ്പ തുടങ്ങിയവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ ഈക്വൽ ക്വാണ്ടിറ്റിയിലെടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് ചൂർണമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഏതൊക്കെ രോഗങ്ങളിലാണ് രജന്യാതി ചൂർണം എഫക്റ്റീവായിട്ടുള്ളതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികളുടെ പ്രതിരോധ ശേഷി മൊത്തത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ബലവും നിറവും എല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരുവിധം എല്ലാ കുട്ടികളുടെ എല്ലാ രോഗങ്ങളിലും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് രജന്യാതി ചൂർണം എന്ന് പറയുന്നത്. പനി, ചുമ, ശ്വാസം മുട്ടൽ, വയറിളക്കം, അനീമിയ, ജോണ്ടിസ് തുടങ്ങിയ അസുഖങ്ങളിലെല്ലാം, പിന്നെ അതുപോലെ പലതരത്തിലുള്ള സ്കിൻ ഡിസീസസിലെല്ലാം തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് രജന്യാതി ചൂർണം എന്ന് പറയുന്നത്. ഈ ചൂർണം എപ്പോഴും തേനും നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഓവർ ഡോസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കാര്യം അത് മൂലം മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ്. ഇത്രയുമാണ് രജന്യാതി ചൂർണത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് വരാം. അതുവരേക്കും നന്ദി.